ഡയറി മിൽക്കിന്റെ കവർ വെച്ച് ക്രാഫ്റ്റ് ചെയ്യുമെന്ന് വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ആനിവേഴ്സറിക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ്, അമ്മയ്ക്കും ബ്രദറിനും ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്നാ പിന്നെ ഈ ഡയറി മിൽക്കിന്റെ കവർ വെച്ച് ഇതെല്ലാം ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് വന്നിട്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്പ് ഒന്ന് വെട്ടിയെടുക്കണം. ഇതിലിപ്പോ ഹാർട്ട് ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് അങ്ങനെ അങ്ങ് വെട്ടിയെടുക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ചിട്ടൊന്ന് വെട്ടിയെടുത്താൽ മതി. ഇനിയിപ്പോ ഡയറി മിൽക്കിന്റെ കവർ ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ബിസ്ക്കറ്റിന്റെ കവർ ആയാലും മതി. പിന്നെ റീസെന്റ് ആയിട്ട് കുറെ പേര് കമന്റിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, കുറെ ആയിട്ട് ഞാൻ കമന്റ് ഇടുന്നു ഒന്ന് ഉണ്ടാക്കാമോ, ഇന്നും ഉണ്ടാക്കിയില്ല, ഈ വഴിക്ക് ഞാനിനി വരില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ക്രാഫ്റ്റ് ഞാൻ ചെയ്യില്ല എന്നൊന്നുമില്ല, കാരണം ഡെയിലി ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ പറയുന്നതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന തിങ്സ് എന്റെ കയ്യിൽ ഉണ്ടാവില്ല, അത് പുറത്തുപോയി മേടിച്ച് വന്ന് ചെയ്യുമ്പോഴേക്കും ഒരു 3-4 ദിവസവും, അപ്പോഴത്തേന് ഈ വഴിക്ക് വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ പോക്ക. അതും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സാധനം വെച്ച് കുറച്ചും കൂടി യൂണീക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിരിക്കും ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ക്രാഫ്റ്റ് ഇടാൻ വൈകിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടില്ലേ പ്ലീസ്, നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇവിടെ ബർത്ത്ഡേ വിഷസ് വെച്ച സ്ഥാനത്ത് ആനിവേഴ്സറി ആണെങ്കിൽ ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇനി ഈ ഒരു ഗിഫ്റ്റ് കാർഡിന് 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കുന്നു നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയണേ. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 50K ഫാമിലി ആകാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.